മോളിന്ന് നേരത്തെ ഇറങ്ങുവാണോ? ആ, 1-2 ഇഷ്യൂസ് ഉണ്ടമ്മേ, അവിടെയൊക്കെ ഓടിയെത്തണം. ആ മോളെ, അലച്ചിലൊക്കെ കുറയ്ക്കണേ. നീ ഇപ്പോഴും റെസ്റ്റ് എടുക്കേണ്ട സമയമാ. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ലമ്മേ. ഒരടി കിട്ടിയെന്ന് കരുതി എപ്പോഴും ഡ്യൂട്ടിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റും? അല്ല മോളെ, മോള് അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ എന്ത് പറയാനമ്മേ, അമ്മയുടെ ഇഷ്ടം എന്താന്ന് വെച്ചാ അതുപോലെ തന്നെ നടക്കട്ടെ. അപ്പൊ ഞാനത് അച്ഛനോട് പറയട്ടെ? അമ്മ എന്താ പറഞ്ഞേ? അല്ല, ഞാനത് ഡോക്ടറെ വിളിച്ച് പറയട്ടെ എന്ന്. ശരി അമ്മേ, പറഞ്ഞു. മൈസൂർ കൊട്ടാരത്തിന്റെ ദർബാർ ഹാളിന്റെ മാതൃകയാണ് ഓഡിറ്റോറിയത്തിന് വേണ്ടത്. അതിന് തക്ക പ്രൗഢി ആ വേദിയിലും ഉണ്ടായിരിക്കണം. അവിടെയാണ് മോതിരമാറ്റം നടക്കുന്നത്. അതൊക്കെ ശരിയാക്ക സർ. വധൂവരന്മാർക്കുള്ള ചേറും കാരണവന്മാർക്ക് ഇരിക്കാനുള്ളതും ദർബാറിന്റെ മാതൃകയിൽ തന്നെ ആയിരിക്കും. സദസ്സിലും വേണം അതിന് യോജിച്ച ക്രമീകരണങ്ങൾ. ശരി സർ. പിന്നെ പ്രവേശന കവാടമുണ്ടല്ലോ, അവിടെ ഗോപുരമാണ് ചെയ്യേണ്ടത്. സാർ, അത് ക്ഷേത്ര ഗോപുരം മാതൃകയിലാക്കാം. സാർ നോക്കി. ഒരാഴ്ച സമയമുള്ളൂ. അതിനു മുമ്പ് ഇതൊക്കെ ക്രമീകരിക്കാൻ പറ്റൂ? ശരിയാക്കാം. അത് ഞങ്ങൾ ഏറ്റു സാറേ. ഈ ഡിസൈനിൽ 5 സെലക്ട് ചെയ്തിട്ട്. ഒരു മിനിറ്റ്. ഹലോ സാർ, തിരക്കിലാണോ? ഞാൻ തിരക്കിലാണെങ്കിലും അല്ലെങ്കിലും തനിക്ക് എന്നോട് സംസാരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടോ? അതല്ല, സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കണമെങ്കിൽ തിരക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. സംസാരിക്കാനുള്ളത് പ്രധാനപ്പെട്ട വിഷയമായിരിക്കും അല്ലേ? അതെ. സന്തോഷിക്കാൻ വകയുള്ളതാണോ അതോ ടെൻഷൻ ഉണ്ടാക്കുന്നതാണോ? സാറ് പേടിക്കണ്ട, സാറിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന വാർത്ത തന്നെയാ. എങ്കിൽ വേഗം അതിങ്ങോട്ട് പറ. എനിക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാ. അതുകൊണ്ട് ഇക്കാര്യം നേരിട്ട് തന്നെ പറയണമെന്ന് തോന്നുക. ശരി, ആയിക്കോട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. അത് വേണ്ട, നമുക്ക് പുറത്തു വെച്ച് കാണാം. ശരി. ആന്റി എപ്പോ എത്തി? കുറച്ചു നേരമായി. അവർ വന്നത് എന്തിനാണെന്ന് അറിയാമോ നിനക്ക്? പപ്പി ആന്റി ഈ വീട്ടിൽ വന്നത് എന്തിനാണെന്ന് ഞാൻ ചോദിക്കുന്നത് തെറ്റല്ലേ അച്ഛാ? പപ്പി ആന്റിക്കും ദേവുനും എപ്പോ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് പോവാലോ, അല്ലേ ആന്റി? ഒന്ന് മറിക്കേ. നിക്കേ. എന്നാൽ അവരിപ്പോ വന്നത് അതിനല്ല. സഞ്ജയ്, നീ കാനഡയിൽ നിന്ന് വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നവളായി ദേവു. നീ വന്നപ്പോഴോ നീ ഇവളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ലെന്നാ ഇവളുടെ പരാതി. ഞാനോ? അതൊക്കെ ഇവൾക്ക് വെറുതെ തോന്നുക ആന്റി. തോന്നുന്നൊന്നും അല്ല. കഴിഞ്ഞ തവണ വന്നപ്പോ എന്തൊരു സ്നേഹമായിരുന്നു എന്നോട്. എന്റെ അടുത്തുനിന്ന് മാറിയിട്ടില്ല. എവിടെ പോയാലും എന്നെ കൂട്ടുമായിരുന്നു. എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും എന്നോട് ചോദിക്കുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. എന്നിൽ നിന്നും അകലുകയാണ്. എടി, അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാ. ഹോസ്പിറ്റലിൽ തുടങ്ങിയപ്പോൾ എന്റെ തിരക്ക്, ഇനി അതൊന്ന് പച്ച പിടിപ്പിക്കാനുള്ള നെട്ടോട്ടം, എല്ലാം കൂടിയാവുമ്പോ പഴയതുപോലെ മിണ്ടാനും പറയാനൊന്നും സമയം കിട്ടിയെന്ന് വരില്ല. നീ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കടി. കള്ളം, പച്ചക്കള്ളം. ധൃതിയൊക്കെ എന്നെ വിളിക്കുമ്പോ മാത്രമേ ഉള്ളൂ. പക്ഷെ സബ് കളക്ടർ വിളിക്കുന്നുണ്ടല്ലോ എന്നും. അവരെ കാണുമ്പോ എന്തൊരു ബഹുമാനാ. സഞ്ജയ് പറയാ അവൾക്ക് മാത്രമേ ലൈഫ് ഉള്ളൂന്ന്. ഞാനൊക്കെ വെറും വേസ്റ്റ് ആണെന്ന്. അത്രേ ഉള്ളൂ പ്രശ്നം. അതവിടെ പവറും പത്രാസും കണ്ട് അവൻ വരണ്ടു പോയതാ. പിന്നല്ലാതെ ആ സർക്കാർ കാറിലുള്ള വരവും അതിൽ നിന്നുള്ളൊരു ഇറക്കവും, പോലീസുകാരുടെ സലൂട്ടടിയും, കോടികൾ ചെലവാക്കി കെട്ടിപ്പൊക്കിയ കെട്ടിടത്തിന് മുകളിൽ വിരൽ ചൂണ്ടി പൊളിക്കടാ എന്ന് പറയാനുള്ള ധൈര്യവും, അവൾ ആള് പുലിയാണ് കേട്ടോ. അതൊക്കെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു അവൾക്ക് നല്ല ലൈഫാണെന്ന്. ഇവളിങ്ങനെ ചിണുങ്ങി ചിണുങ്ങി കളിക്കുന്നുണ്ടപ്പോ ഞാൻ പറഞ്ഞു ഇവളൊരു വേസ്റ്റ് ആണെന്ന്. സഞ്ജയ്, ഒന്ന് നിക്ക്. കുട്ടിക്കാലം മുതൽ ഇവളുടെ മനസ്സിൽ സഞ്ജയെ കുറിച്ചുള്ള ചിത്രങ്ങൾ കോറിയിട്ടത് ഞാനാ. നിങ്ങൾ തമ്മിലുള്ള ചേർച്ചയും പിന്നെ സ്വത്തുക്കളെല്ലാം കുടുംബത്തിൽ തന്നെ കിടക്കുമല്ലോ എന്നുള്ള ചിന്തയുമായിരുന്നു അതിന് പിന്നിൽ. ഇത്രയും നാൾ ഇവൾ നിന്നെ സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ
നിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയൊരു അവഗണന പോലും ഇവളെ വലിയ രീതിയിൽ ബാധിക്കും. എന്നെയും പതുക്കെ പതുക്കെ ഈ കുടുംബത്തെയും. അതുകൊണ്ട് എന്ത് തിരക്കുണ്ടെങ്കിലും ബിസിനസ്സും ജീവിതവും രണ്ടും രണ്ടായി കാണാൻ പഠിക്കണം. ഇവൾക്ക് കൊടുക്കേണ്ട സ്ഥാനം ഇവൾക്ക് തന്നെ കൊടുക്കണം. അത് കഴിഞ്ഞു മതി ആശുപത്രിയും ബിസിനസ്സും മറ്റെല്ലാം. ഇതൊക്കെ നിന്നെ കണ്ട് പറയാൻ വേണ്ടി മാത്രമാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കാതെ ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. ആ ഭയമാണ് അവന്റെ ഉള്ളിൽ മുഴുവൻ. അവന് ഇവളെ ഇഷ്ടമൊക്കെ തന്നെയാ. നീ സമാധാനപ്പെടാം. ഏത് കാര്യത്തിനായാലും അതിൻ്റെതായ സമയമുണ്ട്. ആ സമയം വരാതെ നമ്മൾ എത്ര ശ്രമിച്ചാലും ഒന്നും നടക്കില്ല. താൻ പറഞ്ഞത് വളരെ ശരിയാ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സമയം വന്നെത്തിയിരിക്കുക. വളരെ നാളായി എന്നെ അലട്ടുന്ന പ്രശ്നമാണ് തീരാൻ പോകുന്നത്. ഞാൻ എന്താ പറയാൻ പോകുന്നതെന്ന് ഊഹിച്ചു അല്ലേ? താൻ ഇങ്ങോട്ട് കാര്യം പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. 100 കൂട്ടം കാര്യങ്ങൾ മനസ്സിലങ്ങനെ തിങ്ങിയിരിക്കുന്നതുകൊണ്ട് ഈ കാര്യം മുമ്പേ പറയാൻ വിട്ടുപോയതാ. അതെന്താ അത്? ദേവുവിന്റെ വിവാഹം ഉറപ്പിച്ചു. അടുത്ത വെള്ളിയാഴ്ച വിവാഹ നിശ്ചയമാ. ആഹാ, ഇരട്ട സന്തോഷം അനുഭവിക്കാൻ യോഗമുണ്ടല്ലോ. ആരാ ചെറുക്കൻ? സത്യത്തിൽ പണ്ടേ പറഞ്ഞുറപ്പിച്ചിരുന്ന കാര്യം തന്നെയാണ്. പയ്യനും ഡോക്ടറാണ്. കാനഡയിൽ ഉപരിപഠനത്തിന് പോയിരിക്കായിരുന്നു. തിരിച്ചെത്തിയാൽ ഉടനെ വിവാഹം നടത്താമെന്നായിരുന്നു ധാരണ. ഇക്കാര്യങ്ങളൊന്നും ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. സത്യത്തിൽ എനിക്കതിലൊന്നും വലിയ താല്പര്യം തോന്നിയിട്ടില്ല. ഈ ഒരൊറ്റ കാര്യത്തിനായിട്ട് പപ്പി എനിക്ക് സ്വൈര്യം തന്നിട്ടില്ല. അവളുടെ സഹോദരന്റെ മകനാണ് പയ്യൻ. ഓ, ദേവുവിന്റെ മുറച്ചെറുക്കനല്ലേ? അതെ. അവനോടൊരു ഹോസ്പിറ്റൽ തന്നെ വാങ്ങി. രണ്ടുപേരും ഡോക്ടർമാരായ സ്ഥിതിക്ക് അത് നടത്തിക്കൊണ്ടു പോകാനും ബുദ്ധിമുട്ടില്ല. ഏത് ഹോസ്പിറ്റലാ? സഞ്ജീവനി മെഡിക്കൽ സെന്റർ. ചെറുക്കനെ താൻ അറിയും. ഡോക്ടർ സഞ്ജയ് മേനോൻ. ഓർമ്മയില്ലേ? നമ്മുടെ സാന്ദ്രയെ അവിടെ ചികിത്സിച്ചിട്ടുണ്ടല്ലോ. ആ ഡോക്ടറെ എനിക്കറിയാം. ദേവുവിന് നല്ല ചേർച്ചയായിരിക്കും. ചേർച്ചയൊക്കെ ഇനി കണ്ടറിയണം. രണ്ടുപേരും രണ്ടു വഴിക്ക് നീങ്ങുന്ന പ്രകൃതക്കാരാ. സ്വരുമയോടെ പോകുമെങ്കിൽ അവർക്ക് കൊള്ളാം. ഡോക്ടർ സഞ്ജയ് വളരെ നല്ലവനാ. സാറിന്റെ മരുമോനാകാൻ ഏറ്റവും യോഗ്യനാ. ശരി, അതങ്ങനെ നടക്കട്ടെ. ഇനി തനിക്ക് പറയാനുള്ള സന്തോഷ വർത്തമാനം പറയാം. സന്തോഷവർത്താനം തന്നെയല്ലേ നമ്മളീ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിൽ പരൊരു സന്തോഷം വേറെന്താ ഉള്ളത്? ആദ്യം ദേവുവിന്റെ കല്യാണം നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാനത് കഴിഞ്ഞ് പറഞ്ഞോളാം. മമ്മൂട്ടി എത്തിയോ? അമ്മമ്മ എന്താ
അല്ലടാ. പനി വന്നോ? ഇല്ല മോളെ, വെറുതെ കിടന്നതാ. മാമാട്ടി വെള്ളം എടുത്തോണ്ട് വരട്ടെ? അമ്മുമ്മേ, ദാ വെള്ളം കുടിച്ചേ. വെള്ളം കുടിക്കേ. ആശുപത്രി പോണോ അമ്മുമ്മേ? അമ്മ വന്നിട്ടേ നമുക്ക് ആശുപത്രി പോവാം കേട്ടോ. അവര് ബംഗാളികളാണോ ആസാമികളാണോ ഒഡീഷക്കാരാണോ എന്ന് നോക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോലെ തന്നെ അവരും പച്ച മനുഷ്യരാ. എല്ലാവരുടെയും ജീവന് ഒരേ വില തന്നെയാ. ഒരു ഷെഡിനകത്ത് 75 പേരൊക്കെ താമസിക്കാന്ന് വെച്ചാ ഇറ്റ്സ് ടു ഹൊറിബിൾ. പകർച്ചവ്യാധി മിന്നുന്ന വേഗത്തിൽ പടരാൻ അതുപോരെ. മംഗലാംകുന്ന് സ്കൂളിൽ തന്നെ ഷെൽട്ടർ ഒരുക്കണം. എല്ലാവരെയും ഒബ്സർവേഷനിൽ തന്നെ വെക്കണം. തഹസിൽദാർ അവിടെ ക്യാമ്പ് ചെയ്യണം. അമ്മേ, ആഹാ, അമ്മ കിടക്കുകയാണോ? ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ എനിക്ക് വളരെ അപ്രിസിയേഷൻ തോന്നിയ ഒരു തീരുമാനം അമ്മ എടുത്തത്. അതെന്താണെന്നോ? ഞാൻ തന്നെ പറയാം. എനിക്ക് വേണ്ടി സഞ്ജയ് എന്ന വരനെ കണ്ടുപിടിക്കുകയും തീരുമാനം എടുക്കുകയും ചെയ്തത്. അമ്മ സഞ്ജയെ ഡീൽ ചെയ്ത രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അമ്മ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഞാൻ സഞ്ജയിൽ കണ്ടിട്ടുണ്ട്. സഞ്ജീവനി മെഡിക്കൽ സെന്റർ ഉദ്ഘാടകയാവാമോ എന്ന് ചോദിക്കാനാ സഞ്ജയ് ആദ്യം എൻ്റെ അടുത്തേക്ക് വന്നത്. അന്ന് തന്നെ എന്തൊക്കെയോ പ്രത്യേകതകൾ എനിക്ക് തോന്നിയിരുന്നു. പിന്നെ മോളെ കാണാതായ അന്ന് ഒരു ദേവദൂതനെ പോലെയാ സഞ്ജയ് ഇവിടെ എത്തിയത്. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോ സഞ്ജയ് കാണിച്ച ശ്രദ്ധയും പരിചരണവും ഒക്കെ ഒരു ലൈഫ് പാർട്ട്ണർക്ക് ഇതിൽ കൂടുതലായിട്ട് എന്ത് ക്വാളിറ്റിയാ പ്രതീക്ഷിക്കാനുള്ളത്? അമ്മേ, ഇനി അമ്മ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, അംഗീകരിക്കുകയും ചെയ്യും. ചേച്ചി, ദാ ഈ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നല്ലതാ. എന്താണ് വിശേഷം? എന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ വിവാഹ നിശ്ചയ. ആഹാ. അന്ന് പെണ്ണിന്റെ തോഴിയായിട്ട് കൂടെ നിൽക്കാൻ വേണ്ടി അവൾ എനിക്ക് സമ്മാനിച്ചതാ ഈ ഡ്രസ്. എങ്ങനെയുണ്ട്? ആട്ടെ, ആരാണ് ആ ക്ലോസ് ഫ്രണ്ട്? അവൾ ഒരിക്കൽ എന്റെ ഒപ്പം ചേച്ചിയുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. ദേവു. SM-ന്റെ മകൾ അല്ലേ? അതെ, എന്റെ ലക്കി ഫെല്ലോ അല്ലേ അവള്. നല്ല സ്വത്തുകാരൻ ഡോക്ടറാണ് വരൻ. ആ ഡോക്ടർ ചേച്ചി ചികിത്സിച്ചിട്ടുണ്ടല്ലോ, ഡോക്ടർ സഞ്ജയ് മേനൻ. അമ്മ അറിഞ്ഞതാണോ ഈ വാർത്ത? SM മുതലാളിയുടെ മകൾ ദേവുവിന്റെ വരൻ ഡോക്ടർ സഞ്ജയ് മേനോനാണോ? അമ്മ എന്താ ഒന്നും പറയാത്തത്? ഒന്നുമില്ല. അമ്മ എന്തിനാ കരയുന്നേ? ആർദ്ര പറഞ്ഞ സംഗതി സത്യമാണോ? സത്യമാണ്.
സഞ്ജയ് ഇവിടെ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്? എന്നോടല്ല അത് ചോദിക്കേണ്ടത്, ഡോക്ടറാണ് അതിനുള്ള ഉത്തരം പറയേണ്ടത്. നീ എന്താ ഈ കാണിക്കുന്നേ? ജോലി സമയത്ത് കിന്നാരം പറഞ്ഞ് നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ദേ നീ ഇപ്പൊ പോയേ. പോയില്ലെങ്കിൽ? അയ്യോ നീ ഒന്ന് പോ, എനിക്ക് ജോലി ചെയ്യണം. എനിക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴുള്ള സ്നേഹമൊന്നും ഇപ്പൊ എന്നോടില്ല. ഞാൻ ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോ വേറൊന്നുമില്ലേ നിനക്ക് പറയാൻ? ദേ ഈ ഹെയർ കളർ എങ്ങനെയുണ്ട്? സഞ്ജു വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ചെയ്യിപ്പിച്ചതാ. മനുഷ്യനെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്നോളൂ. എന്റെ കണ്ണിലെന്തോ വീണു സഞ്ജയ്. സഞ്ജയ് എന്റെ കണ്ണിലെന്തോ വീണു. നീ ആ വാഷ് ബേസിന് ചെന്ന് കണ്ണിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അയ്യോ എന്റെ കണ്ണിലെന്തോ കടിച്ചിരിക്കുക. വെള്ളം ഒഴിച്ചത് പോവില്ല. സഞ്ജയ് നോക്ക് പ്ലീസ്. ഇവിടെ നോക്കട്ടെ, മാറ്റ്. എന്താ നീ കാണിക്കുന്നേ? മാറങ്ങോട്ട്. സഞ്ജയ് സാന്ദ്ര, സഞ്ജയ് നിക്ക്. സാന്ദ്ര കോളനിയിലെ വീടുകൾ ഒഴിവാക്കിക്കൊണ്ടേ അലൈൻമെന്റ് നടത്തുമെന്ന് മേഡം ഉറപ്പ് തന്നതായി ഞങ്ങൾ പറഞ്ഞിട്ടില്ല. റീഹാബിലിറ്റേഷൻ ഇടം കണ്ടെത്തി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞില്ല? അത് പറഞ്ഞിട്ടില്ല. പറ്റിയ ഇടം എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് കണ്ടെത്തിയോ? അത്രയും ഏരിയ ഹൈറേഞ്ചിൽ മാത്രമേ കാണൂ. ഒട്ടും ദൂരത്തല്ലാതെ തന്നെ കണ്ടെത്തണം. ഒരാഴ്ചക്കകം എനിക്ക് റിപ്പോർട്ട് കിട്ടിയിരിക്കണം. എന്നിട്ട് എന്റെ മുമ്പിലേക്ക് വരാവൂ. ശരി മാഡം. മാഡം എന്താ വേണ്ടത്? അത് എന്താ പറയാനുള്ളത്? ഒരാൾ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു വെളിയിൽ വന്ന് നിപ്പുണ്ട്. എനിക്ക് പാരം കാണാൻ സൗകര്യം. വളരെ അർജന്റ് മാറ്റർ എന്നാ പറഞ്ഞത്. എങ്കിൽ അയാളുടെ പേരും അഡ്രസ്സും ചോദിച്ചെഴുതി കൊണ്ടുവാ. ആളൊരു ഡോക്ടറാണെന്നാ പറഞ്ഞേ. ഡോക്ടർക്ക് പേരും അഡ്രസ്സും ഇല്ലേ? ഒരു ഡോക്ടർ സഞ്ജയ് മേനോൻ. അങ്ങനെ പലരും വരും. എനിക്കാരെയും കാണണ്ട. പറഞ്ഞു വിടാ അയാളെ. സാറേ, മാഡം അർജന്റായിട്ട് ഒരു മീറ്റിംഗിലിരിക്കുക. അല്ല, മീറ്റിംഗ് എപ്പോ കഴിയും? എപ്പ കഴിയുമെന്നും ഒരു പിടിയുമില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള മീറ്റിംഗ്. ഞാൻ വന്നിരിക്കുന്നു പറഞ്ഞില്ലേ? ഇല്ല, അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത അന്തരീക്ഷമാണ്. എങ്കിൽ ഞാനൊന്ന് കണ്ടിട്ട് വരാം. അയ്യോ സാറേ, എന്റെ പണി പോകും സാറേ. തീയും പുകയും നിറഞ്ഞിരിക്കുക അവിടെ. എന്നുവെച്ചാ? സാറേ, ഞാൻ ഉള്ള കാര്യം പറയാം. ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനെയും വിളിച്ച് ചാടിച്ചോണ്ടിരിക്കുക. കുറച്ച് നേരമായി തുടങ്ങിയിട്ട്. സംഗതി എന്താണെന്ന് ആർക്കും ഒരു പിടിയില്ല. ഇതിനു മുമ്പൊന്നും ഇങ്ങനെ കണ്ടിട്ടുമില്ല. ഇനിയിപ്പോ സാറും കൂടെ മുമ്പിൽ ചെന്ന് പെട്ട് തടി കേടാക്കട്ട. സാർ പോയിട്ട് പിന്നെ വാ. അതെ, നിങ്ങൾ കൊടുത്ത ഫോം ഞാൻ എന്റെ മേലെടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെ അത് ഇത് നോക്കി ചെയ്യണം.
എന്നാ നമുക്ക് ബീച്ചിൽ പോയാലോ? ആ ഐസ്ക്രീം. ഓക്കെ. അമ്മേ അമ്മേ, ഡോക്ടറെങ്കിൽ എന്നെ കാണാൻ വന്നതാ. ഞാനും ഡോക്ടറെങ്കിലും കൂടെ പുറത്ത് കറങ്ങാൻ പോവാ. അമ്മ വരുന്നോ? വടി ഇവിടെ.